കുരിശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം. ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 21 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൽ നാം ധ്യാനിക്കുന്നത് ഈശോനാഥൻ അസ്വസ്ഥനായി കാണപ്പെടുകയും തൻ്റെ ശിഷ്യന്മാരോട് താൻ ഒറ്റിക്കൊടുക്കപ്പെടും എന്നുള്ള വാർത്ത അറിയിക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണിത്. ശിഷ്യരിൽ ഒരുവൻ ഈശോയെ ഒറ്റിക്കൊടുക്കുമെന്ന് ശിഷ്യന്മാരോട് തന്നെ ഈശോനാഥൻ പറയുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശിഷ്യന്റെ ഒറ്റിക്കൊടുക്കലിനെ ഓർത്ത് ഈശോ അഗാധമായ വേദനയിലാവുകയും അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. 3 വർഷം കൂടെ കൊണ്ടു നടന്ന് എല്ലാ കാര്യങ്ങളും നൽകി അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും അവരോടൊത്തുണ്ടായിരുന്ന് അവർക്ക് വേണ്ട പാഠങ്ങളെല്ലാം നൽകുകയും ഈശോ ചെയ്തിരുന്നു എന്ന് സുവിശേഷങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട്. ഇത്രമാത്രം ശിഷ്യരുടെ കൂടെ ആയിരിക്കുകയും അവരെ സ്നേഹിക്കുകയും അവരെ നയിക്കുകയും അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവരുടെ കൂടെ ആയിരിക്കുകയും ചെയ്ത കർത്താവിനെയാണ് ശിഷ്യരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കുന്നത്. അതിനെ ഓർത്ത് ഈശോ വേദനിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനഭാഗത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാനും ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ? നാം ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ഈശോയെ വീണ്ടും കുരിശിൽ തറയ്ക്കുന്നു എന്ന് വിശുദ്ധനായ മരിയ ജോൺ വിയാനി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ ഈശോയെ വീണ്ടും വീണ്ടും കുരിശിൽ തറയ്ക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നുവെന്ന് മരിയ ജോൺ വിയാനി നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ തിരിച്ചറിയുക, പാപം ചെയ്യുമ്പോൾ കുരിശുമരണത്തിനായി ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പീഡാനുഭവ വാരത്തിൽ ഈശോയുടെ കൂടുതൽ പ്രാർത്ഥിക്കുകയും ഈശോയുടെ കുരിശിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ പാപത്തിലൂടെ ഈശോയെ ഞാൻ ഒറ്റിക്കൊടുക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ തിരിച്ചറിയുക, ഈശോ നമ്മെ ഓർത്തും അസ്വസ്ഥനാകുന്നുണ്ട്. ഈശോ എന്നെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഈശോ അസ്വസ്ഥനാകുന്നുണ്ട്. ഈശോ വേദനിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയെ വേദനിപ്പിക്കുവാനല്ല, ഈശോയെ സ്നേഹിക്കുവാനായിട്ടും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈശോയെ വീണ്ടും വീണ്ടും ഒറ്റിക്കൊടുക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്ന്, ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുന്ന നയിക്കുന്ന പാപ സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും അകന്നു ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതുവഴി ഈശോയുടെ പ്രിയ ശിഷ്യനും പ്രിയ സ്നേഹിതരുമായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കൃപ ലഭിക്കട്ടെ. അതിനുവേണ്ടി ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയെ ശിഷ്യന്മാരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കുന്നതിനെ ഓർത്ത് അങ്ങയുടെ ഹൃദയം വേദനിക്കുകയും അസ്വസ്ഥമാവുകയും ചെയ്യുന്നുണ്ടല്ലോ. ഈശോയെ, ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ അങ്ങ് കുരിശുമരണത്തിന് ഒറ്റിക്കൊടുക്കപ്പെടുകയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോനാഥ, ഞങ്ങളുടെ പാപങ്ങളിലൂടെ പാപ വഴികളിലൂടെ പ്രലോഭനങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെടുന്നതിലൂടെ വീണ്ടും അങ്ങയെ ഒറ്റിക്കൊടുക്കുന്നവരാകാതിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അങ്ങയുടെ സ്നേഹിതരായി, അങ്ങയുടെ പ്രിയ ശിഷ്യരായി, അങ്ങയുടെ മക്കളായി ജീവിക്കുവാനുള്ള സർവ്വകൃപകളും
അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.